വടകരയിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മുരളീധരന് നറുക്കുവീഴുന്നത്. ഇതോടെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി. ഉമ്മൻചാണ്ടി രാവിലെ മുരളീധരനുമായി ചർച്ച നടത്തിയിരുന്നു. മത്സരത്തിന് സന്നദ്ധനാണെന്ന് മുരളീധരൻ അറിയിച്ചതായാണ് ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളിയെ അറിയിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലും നിർണായകമായതാണ് റിപ്പോർട്ടുകൾ. യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനെയായിരുന്നു നേരത്തെ പരിഗണിച്ചിരുന്നത്. എന്നാൽ CPM സ്ഥാനാർത്ഥി P ജയരാജൻ ആയതിനാൽ കരുത്തനായ നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന നിലപാടായിരുന്നു പ്രാദേശിക നേതൃത്വം. ഇക്കാര്യം ആവശ്യപ്പെട്ട് AICCക്ക് നിരവധി സന്ദേശങ്ങളും പരാതികളും ലഭിച്ചു. ഇതോടെയാണ് സംസ്ഥാന നേതാക്കളായ ആരെങ്കിലും മത്സരിപ്പിക്കുക എന്നതിലേക്ക് ചർച്ച വഴിമാറിയത്. മുല്ലപ്പള്ളി രാമചന്ദ്രനോട് വീണ്ടും മത്സരിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന നിലപാടിൽ മുല്ലപ്പള്ളി ഉറച്ചുനിന്നു. തുടർന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ, ബിന്ദു കൃഷ്ണ എന്നിവരെയും സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ടു. ഇരുവരും മത്സരിക്കാനില്ലെന്ന് അറിയിച്ചതോടെയാണ് വീണ്ടും മുരളീധരനിലേക്ക് ചർച്ച മാറിയത്. മുതിർന്ന നേതാവ് തന്നെ വടകരയിൽ മത്സരിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചാണ് മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതേസമയം ഉമ്മൻചാണ്ടിയുടെ ഇടപെടലാണ് മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ കാരണമെന്നും റിപ്പോർട്ടുണ്ട്. നിലവിൽ വട്ടിയൂർക്കാവ് MLA ആണ് മുരളീധരൻ. മുമ്പ് 3 തവണ കോഴിക്കോട് MP ആയിട്ടുണ്ട് K മുരളീധരൻ. ന്യൂസ് ഡെസ്ക് Big 14.